നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ കൂക്കുന്നുണ്ടല്ലേ, ഞാൻ കുക്കർ തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വന്ന് നമ്മൾ ഒന്നിച്ച് കൂടാന്ന് വിചാരിക്കുന്നു. കുറേ ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്തിട്ട്, പക്ഷെ നടന്നില്ല. എല്ലാവർക്കും ഓരോ തിരക്കായിപ്പോയി. അങ്ങനെ ഇന്ന് രാത്രിയിൽ ഒരു 9 o'clock ഒക്കെ ആകുമ്പോൾ എല്ലാവരും വരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ വന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് കത്തിയടിച്ച് പിരിയാന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പിന്നെ ഇപ്പം തന്നെ ഉച്ച കഴിഞ്ഞു. നമുക്ക് നോക്കാം, പറ്റുന്ന രീതിയിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കണമെന്നുണ്ട്. എന്തൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇത് മുട്ടപ്പല്ലിനാണ്, സാലഡ്സിൻ്റെ. പിന്നെ കുറച്ച് ഗാർലിക് ഉണ്ടാക്കണം. ഗാർലിക് ഉണ്ടാക്കുന്ന സമയത്ത് എഗ് യോക്ക് വേണ്ട, എഗ് വൈറ്റ് മാത്രം മതി. പിന്നെ നല്ല സ്മൂത്താക്കി എടുക്കണം. കണ്ടില്ലേ, നന്നായിട്ടുണ്ട് ഇന്നത്തെ ഗാർലിക്ക്. പിന്നെന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മട്ടനാണ്. മട്ടൻ്റെ റൈസ് ഉണ്ടാക്കാം. അതുപോലെ മട്ടൻ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. നല്ല ഫ്രഷ് മട്ടനാണ്. അപ്പോൾ മട്ടൻ ഹനീത്ത് ഉണ്ടാക്കാനുള്ള അത്രയും സമയം നമ്മളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മട്ടൻ വേവിച്ച് ആ വെള്ളത്തിൽ റൈസ് ഉണ്ടാക്കിയിട്ട് മട്ടനെ ഒന്ന് പൊരിച്ചെടുക്കാം. അടുത്തത് ബീഫാണ്. ബീഫ് റോസ്റ്റിൻ്റെ ബീഫുണ്ട്, പിന്നെ ചിക്കൻ വിങ്സ് ഉണ്ട്. കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തകർന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ ഉച്ചക്കത്തെ ബാക്കി ചോറുണ്ടായിരുന്നു, ചോറും ചമ്മന്തിയൊക്കെ, അതൊക്കെ കൂടെ ഒന്ന് ചട്ടിയിലിട്ട് പിറക്കി കഴിക്കുന്നുണ്ട് താൽക്കാലിക ആശ്വാസത്തിനായിട്ട്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ്. അതിനായിട്ട് മസാലക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിന, മല്ലിയില, പിന്നെന്താ ചിക്കൻ മസാല, മുളക്, മഞ്ഞൾ, അങ്ങനെയുള്ള എല്ലാം കൂടെ ഇട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. കുറച്ച് സമയം എന്നിട്ട് മാറ്റി വെക്കാം. നമ്മൾ അടുത്ത സാലഡ്സിനുള്ള ലീഫാണ്, പാസ്ലി ലീവ്സ്. അതിൻ്റെ കൂടെ കുറച്ച് തക്കാളിയും ഉള്ളിയും പിന്നെ അതുപോലെ നുറുക്ക് ഗോതമ്പും കുതിർത്ത് വെച്ചതാണ്. അതും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് കഴിക്കാൻ നേരത്ത് നമുക്ക് ഇതിനകത്ത് ലെമണും ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ചിക്കൻ കറി, ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ളത്, അതുപോലെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫൈനലി ഷാമ്പയിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ അവർ വരാനുള്ള സമയമായി. ക്ലീൻ ചെയ്ത് ഞാൻ ഫ്രഷ് ആയിട്ട് വരട്ടെ. അങ്ങനെ ഞങ്ങളൊക്കെ ഫ്രഷ് ആയിട്ട് വന്നു. ഇനി ചിക്കൻ്റെ ഹണിയും സോസൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. അതുപോലെ അപ്പം ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കിയിട്ട് മാറ്റി വെക്കണം. പിന്നെ ഫൈനൽ സ്റ്റേജിലാണുള്ളത്. മട്ടനൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനുണ്ട്. റൈസൊക്കെ റെഡിയാക്കി. അതിനിടയിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന പോലെ ഉള്ള സമയത്ത് ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ഇതൊക്കെയാണ്. നോക്കിക്കേ, അങ്ങനെ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചു പോയി. എന്നപ്പാ എല്ലാരും പോയാ? എല്ലാം അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ.
മറ്റേ ഇലേന്റെ സാധനം ഉണ്ട് ഫ്രിഡ്ജിൽ ഇച്ചിരൂടെ. നല്ല ഗാർലിക് കേട്ടോ, ഗാർലിക് നല്ല ടേസ്റ്റ്. ഇത് ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മുടെ ഭക്ഷണം കഴിഞ്ഞു, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സമയം ഒരുപാട് ലേറ്റായി, നാളെ സ്കൂളിലുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഉറങ്ങാൻ പോട്ടെ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.